കാര്യം പക്ഷേ പൂരം പറയാതെ പോകാൻ നിവൃത്തിയില്ല. പൂരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂടി അറിവിലായി പറയുന്നത് അതൊരു വാടക തർക്കമാണ്. വാടക തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഈ തറവാടക എന്നൊന്നുണ്ട്. കൊച്ചി ദേവസ്വം ബോർഡ് ഭൂമിയാണ് ആ ഭൂമിയിൽ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. അപ്പോൾ ഏതോ കാലത്തുണ്ടായിരുന്ന വാടക കുറച്ച് കൂട്ടുകയും അത് ഇവർ കോടതിയിലേക്ക് പോകും, കോടതി ദേവസ്വം ബോർഡ് അനുകൂലമായി നിൽക്കുകയും ഏറ്റവും കൂടുതൽ അത് പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ തന്നെ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഈ ദേവസ്വങ്ങൾക്ക് 1.5 കോടിയോളം രൂപ എല്ലാ ചെലവും കഴിഞ്ഞുള്ള വരുമാനമുണ്ട് എന്നറിഞ്ഞതിന് ശേഷം കോടതി ഇടപെടലുണ്ടായ ഒരു നീക്കമാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കപ്പെട്ടു. ആ പരിഹരിക്കപ്പെട്ട ഒരു സാങ്കേതിക വ്യവഹാര പ്രശ്നത്തിൽ ഇന്ന് എന്താണ് ആരാധനയിൽ വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടുണ്ടോ ശ്രീ മംഗാരശ്ശേരി? തീർച്ചയായിട്ടും അത് വലിയ അന്യായമാണ്. കാരണം നീതിപീഠത്തെയും നിയമവാഴ്ചയെയും ബഹുമാനിക്കണം എന്ന് ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. എല്ലാ പ്രശ്നങ്ങളും മതവികാരവുമായി ബന്ധിപ്പിച്ച് ചൂടാക്കുന്ന ഒരു പണി നിർഭാഗ്യവശാൽ BJP എപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഹിന്ദു വികാരം കൂടി കത്തിക്കാനുള്ളൊരു പണി അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം കഷ്ടമാണത്. ശരി, സുനിൽകുമാറിലേക്കും രാജേഷിലേക്കും ഓരോരോ മിനിറ്റ് വന്നു. സുനിൽകുമാർ. അശ്മേ, ഓ, എനിക്ക് രാജേഷിനോട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നടത്തിയ പോലെ ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ സാക്ഷി മാലിക്കിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ മണിപ്പൂരിൽ നഗ്നയാക്കി നടത്തപ്പെട്ട ആ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീയെ, ഒരു സഹോദരിയെ പങ്കെടുപ്പിക്കാൻ കഴിയുമോ? വാരാണസി പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് BJPക്കാരായ 2 ആളുകൾ ചേർന്ന് ബലാത്സംഗം ചെയ്ത കുടുംബത്തെ ഒരാളെ കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അദ്ദേഹം ഈ കള്ളന്മാരെ നല്ലവരാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എല്ലാവരും കള്ളന്മാരാണെന്ന് പറയലാണ്. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന സ്ത്രീ പീഡനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം നിഷേധിച്ചുകൊണ്ട് പറയല്ല. ഇവിടെ ഈ നരേന്ദ്രമോദിയുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന കാപട്യത്തെ പുറത്തു കാണിക്കാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റും അത്ര മോശക്കാരല്ല എന്ന് പറയാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ അധികാരമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് വസ്തുതകളുണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഒരുപോലെ നമ്മൾ സാമാന്യവൽക്കരിച്ചു കഴിഞ്ഞാൽ സാമാന്യവൽക്കരണത്തിന്റെ ഒരു തത്വശാസ്ത്രം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ആടും പട്ടി ഒന്നാണെന്ന് പറയുന്ന വി എസ് സുനിൽകുമാറിന്റെ ചോദ്യത്തിന്റെ കുമാർ എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതായത് രാജേഷിനോട് ഞാൻ കേരളത്തിൽ നടത്തിയ, തൃശ്ശൂരിൽ നിന്ന് നടത്തിയ വനിതാ സംഗമം പോലെ വേറൊരു സംഗമത്തിൽ ഇവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുള്ള ചോദിച്ചു. അപ്പോൾ തൃശ്ശൂരിൽ BJP കേരളത്തിലെ വനിതകളുടെ ഒരു പരിച്ഛേദത്തെ വിളിച്ചുകൊണ്ട് നടത്തിയ സംഗമത്തെ അദ്ദേഹത്തിന്റെ മനസ്സും സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ നേട്ടം. രണ്ടാമത് പറഞ്ഞ ഭാഗം ആവശ്യമാണ് നമുക്ക് അതായത് അപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായും വനിതാ സംവരണത്തിൽ ഉൾപ്പെടെ താല്പര്യപ്പെട്ടും ലക്ഷക്കണക്കിനിരുന്ന സ്ത്രീകൾ തൃശ്ശൂരിൽ അണിചേർന്നു എന്ന് അങ്ങ് സമ്മതിക്കുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുണ്ട്. തൊഴിലുറപ്പിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരായ വനിതകൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് സഖാവേ. അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടെ ചേർന്ന വനിതാ സമ്മേളനം അങ്ങയുടെ മനസ്സിനെ ഉൾപ്പെടെ സ്വാധീനിച്ചു എന്നുള്ളിടത്താണ് ഞങ്ങളുടെ വിജയം. ഗവൺമെന്റിന്റെ പദ്ധതികൾ കൊണ്ട് ഗുണപ്പെടുന്ന അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം ആലോചിക്കാം. ആലോചിക്കേണ്ട ഘടകങ്ങൾ ആലോചിക്കും. അങ്ങ് പറഞ്ഞാൽ ഞാൻ വീണ്ടും മറുപടി പറയും. അല്ല, നേരത്തെ നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇത് എല്ലാവരും അത്യാവശ്യം സംസാരിച്ചാണ്. പക്ഷെ ആർക്കും സമയം കിട്ടാത്തത് എനിക്ക് തോന്നുന്നു. രാജു പിന്നാർക്ക് തീരെയും കിട്ടില്ല, കാരശ്ശേരി പക്ഷെ അത്രയും കിട്ടില്ല. എല്ലാവരും സംസാരിച്ചു, പക്ഷെ ആരും അധികം സംസാരിച്ചില്ല. സമയം അവിടെ പോയെന്ന് അറിയില്ല. ക്ഷമിക്കും, എന്നോട് പൂർണ്ണ